ലോക സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത പേരാണ് ലൂമിയർ ബ്രദേഴ്സ്. ഇവരുടെ പേരിൽ ഒരു മലയാള സിനിമ ജനിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ മധു തത്തമ്പള്ളി, ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ദേവസ്യ, ഈ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് മഹീൻകർ കേച്ചേരി, ഇതിൽ ലൂമിയർ ബ്രദേഴ്സായി വേഷമിടുന്ന രമേശ്, ഹരി തുടങ്ങിയവരാണ് ഈ തിരക്കഥയിൽ നമ്മോടൊപ്പം. തിരക്കഥയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണ്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരു കൂട്ടം നവാഗതർ ഒരുമിച്ച് ചേർന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്താണ് ലൂമിയർ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ ആദ്യമായിട്ട് പറയുന്നതായിരിക്കും അതിലൊരു ശരി. അല്ല, ഈ സിനിമയുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ മാറി ചിന്തിക്കാൻ ഞങ്ങളൊരു പറ്റം ഒരു കൂട്ടായ്മ ചിന്തയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ എഡിറ്റർ അഭിലാഷ്, എൻ്റെ ഒരു സണ്ണി നിലമ്പൂരിന് ഹരി, ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ഈസ്റ്റ് വെനീസ് ടാക്കീസ് ഒരു കമ്പനി ഉണ്ടാക്കി. അത് അഭിലാഷിൻ്റെ വീട്ടിലായിരുന്നു ചർച്ചകൾ മൊത്തം. പിന്നെ അതിൻ്റെ ഒരു ട്രാജഡി എന്ന് വെച്ചാൽ ചർച്ച പൂർത്തിയായി, തങ്കച്ചാനെ കിട്ടി, സിനിമ തുടങ്ങുന്നത് അഭിലാഷിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നും രാത്രിയിൽ ചർച്ചകളായിരുന്നു. രാത്രി 12 ജിതിന്, രമേശ് എല്ലാം കൂടെ വന്ന് ഭയങ്കര ചർച്ചയും കൂട്ടായ്മയും. പിന്നെ ഈ മാഹിം വരുന്നു, മാഹിം ഇരിക്കുന്നു, മൊത്തം പ്രശ്നമായി. പടം തുടങ്ങുന്നതിൻ്റെ അഭിലാഷിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് എന്തായാലും പടം തുടങ്ങി, തങ്കച്ചാനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നു. നമുക്ക് പിന്നെ ഈ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഒരുപാട് അലഞ്ഞു നല്ലൊരു സബ്ജക്റ്റ് കിട്ടി. പിന്നെ വിനോദ് നാരായണൻ എന്ന റൈറ്ററാണ് നമുക്ക് ടൈറ്റിൽ തരുന്നത്. ഈ ലൂമിയർ ബ്രദേഴ്സിന്റെ ടൈറ്റിൽ വിനോദ് നാരായണന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ആ കൺസെപ്റ്റ് കിട്ടി. മഹിമ അതിന് പറ്റിയ ഒരു കഥയായിരുന്നു. കഥ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാന്നുള്ള അവസരം എല്ലാം ആയി കഴിഞ്ഞപ്പോഴാണ് പ്രൊഡ്യൂസർ എന്നുള്ള ക്ഷാമം. അങ്ങനെ കേരളത്തിൽ മൊത്തം നമ്മൾ അലയാൻ ഇനി ഇടവൊന്നും ഇല്ലാന്ന് പറയാം, ഒരുപാട് അലഞ്ഞു. അങ്ങനെ അവസാനം സണ്ണി നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏറ്റവും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് തങ്കച്ചാനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് തങ്കച്ചാൻ കേട്ട മാത്രമേ എന്നോട് പറഞ്ഞത് തുടങ്ങിക്കുമെന്ന് പറയാം. സാറിന് ഇപ്പോ എന്താണ് അതിന്റെ പേരിനോടാണോ അല്ലെങ്കിൽ ആ ഒരു കഥാ പശ്ചാത്തലത്തിനോടാണോ? പേരിനോടല്ല, ലൂമിയർ ബ്രദേഴ്സിനെ പറ്റി ഒരു മധു തത്തമ്പള്ളി പറഞ്ഞപ്പോൾ അതിന്റെ ആഴങ്ങൾ എത്രയുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം സിനിമ ഇത്രയും കാലമായിട്ട് എല്ലാവരും കാണുന്നു, അതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നു, ഒരുപാട് പേര് ആസ്വദിക്കുന്നു. ഇത് കണ്ടുപിടിച്ച 2 പേരുടെ പേര് ഒരിക്കലും ഒരു സ്ഥലത്തും വന്നിട്ടില്ല. അപ്പൊ അവരെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ അത് മധു തത്തമ്പള്ളി വളരെ മനോഹരമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോൾ ഒരു ഉദ്ദേശം ഫസ്റ്റിലേ സംബന്ധിച്ച് അതാണ്. കലയില്ലാതെ മനുഷ്യർ ആർക്കും ഏത് മനുഷ്യനും കല വേണം. അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിരുന്നു. ആദ്യമായിട്ട് ശരിക്കും കൊണ്ടുവന്നത് ലൂമിയർ ബ്രദേഴ്സാണ്. അപ്പൊ ലൂമിയർ ബ്രദേഴ്സിനെ പറ്റി ഇതുവരെ ഒരു സിനിമയോ ഒരു വാക്കുകളോ ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റി ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞ് മധു തത്തമ്പള്ളിയും രമേശും പിന്നെ സണ്ണിച്ചായന് ഹരി ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഒരു ചെറുപ്പം മുതലേ എനിക്ക് കലയോട് ഇഷ്ടമാണ്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, എന്നാൽ കലയെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരമോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കുകയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് സന്ദേശങ്ങളാവുമല്ലോ. എങ്ങനെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക്, ഈ ഒരു കഥാ പശ്ചാത്തലത്തിലേക്ക് എത്തുന്നത്? ഇതിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ വളരെ രസകരമായിരുന്നു. ആദ്യം ഒരു കൂട്ടായ്മ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് വരുന്നത്. എന്നെ ആദ്യം ആകർഷിച്ചത്, ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യൂ എന്ന് ശപഥം ചെയ്ത ഒരാളെയാണ് ഞാൻ കാണുന്നത്. സാറ് എത്ര വലിയ ആർട്ടിസ്റ്റ് ഡേറ്റ് എനിക്ക് കിട്ടിയില്ല. മധുചേട്ടനാണെങ്കിൽ ഈസി ആയിട്ട് കാര്യം നടക്കുമായിരുന്നു. മധുചേട്ടൻ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക്, പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു പോവുകയും സിനിമാ ലോകം നന്നായിട്ട് അറിയാവുന്ന സംവിധായകനാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി പറയുന്നത് എൻ്റെ ആദ്യ സിനിമ തീർച്ചയായിട്ടും പുതുമുഖ ചിത്രമായിരിക്കണം. അതിൻ്റെ പിന്നിലുള്ള വേറെ പശ്ചാത്തലം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ സിനിമയിലെത്തിയതിൻ്റെ അനുഭവമാണ്. അപ്പോൾ ആ അനുഭവം ഏറെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഒരുപാട് പരിശ്രമം കൊണ്ട് ഒന്നിച്ചു കൂട്ടുകയും അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും ചെയ്തു. അത് ഇതിൻ്റെ ഏറ്റവും രസകരമായ മറ്റൊരു സംഭവം, കഥയൊക്കെ തയ്യാറാക്കി തിരക്കഥയൊക്കെ എഴുതി അതിൽ തികച്ചും സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കഷ്ടപ്പാടുകളും പുതുമുഖങ്ങൾക്ക് വന്നെത്താനുള്ള അവിടെ തീവ്ര ശ്രമങ്ങളും അതൊക്കെയാണ് സിനിമ. ഈ തിരക്കഥയായിട്ട് സാറും പിന്നാലെ ഞങ്ങളും നടപ്പ് തുടങ്ങി. അപ്പോഴാണ് ഈ സിനിമയിൽ പറഞ്ഞതും പറയുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നതും ഒന്നായി മാറുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവം തന്നെയാണ് സിനിമ. അതുപോലെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും
ആദ്യത്തെ സിനിമയാണെന്ന് ഒരിക്കലും തോന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവരെയൊക്കെ എങ്ങനെ അതുപോലെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ കേരളം മൊത്തം ഒന്ന് അലഞ്ഞു ഇതിനു വേണ്ടി. ഈ സബ്ജക്ട് മഹിമ തന്നപ്പോൾ തൊട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങും വരെ മൊത്തം ഈ നാടക പ്രവർത്തകർ, മിമിക്രിക്കാർ, അങ്ങനെ എല്ലാ മേഖലയിലും സാധാരണ ആൾക്കാർ അതിൽ നിന്നൊക്കെ കുറെ ഇതിന് പറ്റിയ മുഖങ്ങളെ കണ്ടെത്തി അവർക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ ഉദയ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സ്റ്റുഡിയോകളിലൊക്കെ വെച്ച് ക്യാമ്പൊക്കെ നടത്തി അങ്ങനെയാണ് ഇതിനുള്ള ആർട്ടിസ്റ്റിനെ കണ്ടെത്തിയത്. അപ്പൊ അപ്പോഴും ഏകദേശം എനിക്ക് തോന്നുന്നു ഈ പ്രീ പ്രൊഡക്ഷൻ ടൈം നമ്മളൊന്നിച്ചൊരു വർക്ക് ചെയ്യുന്നില്ല, ഒരു TV പ്രോഗ്രാം അത് കഴിഞ്ഞ് നിർത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയ പരിപാടി ഇതിന്റെ അന്ന് തുടങ്ങിയത്. ഇതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് സാറ് പറഞ്ഞിരുന്നത് നമ്മളൊരു ഏതെങ്കിലും സ്റ്റാറുകൾ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാറിന്റെ മാനർസിങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ഇത് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും സ്ക്രിപ്റ്റ് വായിച്ച അവസാനം ഷൂട്ടിങ്ങിൻ്റെ അന്ന് വരെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പുതുമുഖങ്ങൾ എങ്ങനെയാണ് ഇത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ള വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അഭിനയിച്ച രമേഷ്, ഹരി പോലുള്ള ആർട്ടിസ്റ്റുകൾ ഞങ്ങളെ എല്ലാ സങ്കല്പങ്ങളെയും മറികടന്ന് അവര് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് അവര്. അല്ല, ഇതിൽ തന്നെ പിന്തിരിപ്പിക്കാൻ തന്നെ ഒരുപാട് പേര് വന്നു. ഇവരൊക്കെ ചെയ്യുമോ ഇത് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേടിപ്പിക്കലുണ്ടായിരുന്നു ശരിക്കും. എന്നിട്ടും ഇവരൊക്കെ തന്നെ വളരെ നന്നായിട്ട് ചെയ്തത്. മഞ്ഞൾ കൂറി വരച്ചടുത്തൊരു പെണ്ണെ നിന്റെ മോഹം കാണുമ്പോൾ എന്നുള്ളിൽ ഓരോരോ ഗാനം വിരിയുന്നു. ലാല 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 ലാല